മൈനറായിട്ടുള്ള ആ കുട്ടികളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള സ്വത്തുക്കളും കൂടെ ചേർത്താണ് അവന്തിക തന്റെ സ്വന്തം കമ്പനിയിലേക്ക് ഈ ഷെയറുകളെല്ലാം മാറ്റിയത്. അതിനുശേഷം നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് എന്ന കമ്പനി പിരിച്ചുവിട്ടു. വളരെ നീചമായ ഒരു സ്ലം സെയിലാ ഇവിടെ നടന്നത്. അത് തെളിയിക്കുന്ന രേഖകൾ ഞാൻ ഈ കോടതിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ വക്കീലെ കലക്കുന്നുണ്ട്. അവന്തിക കൊണ്ടുവന്ന തെളിവുകളെല്ലാം ആരതി വക്കീല് പൊളിച്ചടുക്കും. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തായിരുന്നു സേതുമാധവൻ സ്വത്തുക്കൾ സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ നിങ്ങളുടെ പേരിലേക്ക് മാത്രം എഴുതാനുള്ള കാരണം? എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോ നിങ്ങൾക്കും അദ്ദേഹത്തോട് അത്രയും സ്നേഹം ഉണ്ടായി കാണും അല്ലേ? അതെ. പിന്നീട് മാറ്റി പറയരുത്. ഇല്ല. ശരി, സമ്മതിച്ചു. മരുമകളോട് അത്രയും സ്നേഹമുള്ള അമ്മായി അച്ഛനെ നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് പുറത്താക്കിയത്? പറയൂ, എന്തിനായിരുന്നു അത്? അത് മറുപടി ഇല്ല അല്ലേ? അവന്തിക കുടുങ്ങി. ഇതിന് മറുപടി പറയാൻ അവക്ക് പറ്റില്ല. പറയൂ, സേതുമാധവനെയും കുടുംബത്തെയും പിടിച്ചിറക്കി വിട്ട ആ ദിവസം നെല്ലിശ്ശേരി വീട്ടിൽ എന്തായിരുന്നു നടന്നത്? പോലീസ് റിപ്പോർട്ടും മൊഴികളും എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കിനി കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവന്തിക. സത്യം നിങ്ങൾ ഈ കോടതിക്ക് മുമ്പിൽ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് അതും ഞാൻ തന്നെ കോടതിക്ക് മുമ്പിൽ പറയാം. യുവർ ഓണർ, സേതുമാധവൻ ഇത്രയും സ്നേഹമുണ്ടായിരുന്ന ഈ മരുമകൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം നിർബന്ധിച്ചെഴുതി വാങ്ങിയതിനു ശേഷം പോലീസിനെ ഉപയോഗിച്ച് സേതുമാധവനെയും കുടുംബത്തിനെയും ബലമായി നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും പിടിച്ച് പുറത്തിറക്കി ഗേറ്റിന് വെളിയിൽ തള്ളി. ആ ദുഃഖഭാരത്താൽ ഗേറ്റിന് വെളിയിൽ റോഡിൽ നിൽക്കുമ്പോ സേതുമാധവന് ഹാർട്ട് അറ്റാക്ക് വന്നു. സേതുമാധവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് റോഡിൽ വീണ് കിടക്കുന്ന സമയം ഇളയ മരുമകളായ അർച്ചന അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വാഹനത്തിന് വേണ്ടി ഈ നിൽക്കുന്ന സ്നേഹമുള്ള മരുമകളോട് കെഞ്ചി. പക്ഷേ ക്രൂരയായ ഈ സ്ത്രീ അതിന് അനുവദിച്ചില്ല.